എയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർജർ എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി ആക്ടിവിറ്റീസ് നോക്കാം. നമുക്ക് നമൂനെ കെ അനുസാർ കവിത में വിശേഷൻ വിശേഷ്യ പദസമൂഹ ചുൻകർ ലിഖേ. മാതൃക അനുസരിച്ച് കവിതയിൽ നിന്നും വിശേഷണവും വിശേഷ്യ എന്നീ പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു വാക്കിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൻ. അതായത് 2 വേർഡ്സുകൾ തരും. അതിലെ ഫസ്റ്റ് വേർഡാണ് വിശേഷൻ കേട്ടോ. ശ്രദ്ധിച്ച് വെച്ചിരിക്കണം. 2 വാക്കുകളിലെ ആദ്യത്തെ വാക്കായിരിക്കും വിശേഷൻ. എക്സാമ്പിൾ നോക്കിയേ. നിർജൻ വൻ. നിർജൻ വിജനമായ വനം. ആ വനത്തിന് വിജനമായ എന്ന വിശേഷൻ. അന്നേരം നിർജൻ എന്നുള്ളത് വിശേഷൻ, വൻ എന്നുള്ളത് വിശേഷ്യ. ലഘു പാഷാണോം ചെറിയ കല്ലുകൾ. ലഘു എന്നുള്ളത് വിശേഷൻ, പാഷാണോം എന്നുള്ളത് വിശേഷ്യ. അടുത്ത് നോക്കിയേ. അഭിദിത പ്രേമി അജ്ഞാതനായ സ്നേഹിതൻ. അഭിദിത എന്നുള്ളത് വിശേഷൻ, പ്രേമി എന്നുള്ളത് വിശേഷ്യ. അങ്ങനെ എഴുതി കൊടുക്കണം ഏത് വാക്ക് വന്നാലും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സഹി മിലൻ കർക്കെ വാക്യ ബനായെ. ശരിയായത് കൂട്ടിച്ചേർത്ത് വാക്യം നിർമ്മിക്കുക എന്നാണ്. ടേബിൾ കണ്ടില്ലേ, 3 കോളമാണ്. അത് ശരിയായിട്ട് ഉള്ളത് നേരെ നേരെ എഴുതി വേണം ശരിയാക്കാൻ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഓർഡർലെസ് ആയിട്ടാണ് 3rd കോളം കിടക്കുന്നത്. അത് ഞാൻ നേരെയാക്കി എഴുതിയിരിക്കുകയാണ് കേട്ടോ, ശരിയായിട്ട്. ഒന്നാമത്തെ നോക്കിയേ. കോയി സുനിനെ വാല നഹീം. ആരെയും കേൾപ്പിക്കുവാനല്ല. ഫിർഫി എന്നിട്ടും നിർജർ എന്ത് ചെയ്യും നോക്കിയേ. സു മധുരസോർ സുനാത്താഹേ. സുന്ദരമായ സ്വരം സുനാത്താഹേ കേൾപ്പിക്കുന്നു. അതാണ് അതിൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. അത് നേരെ വേണം എഴുതി കൊടുക്കാൻ. അടുത്ത നോക്കിയേ. കോയി ഊഞ്ചാ സ്ഥാൻ ത്യാഗിന നഹീം ചാഹത്ത. ആരും ഉയർന്ന സ്ഥാനം ത്യാഗിന ത്യജിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഫിർഫി എന്നിട്ടും നിർജർ അധപ്പതൻ കർത്താഹേ. എന്നിട്ടും അത് അധപ്പതൻ താഴ്ചയിലേക്ക് വീഴുന്നു. അടുത്ത നോക്കിയേ. പ്രേമി അവിദിത് ഹേ. പ്രേമി അജ്ഞാതനാണ്. ഫിർഫി എന്നിട്ടും നിർജർ പദ രജ് കണ് ധോനെ ചൽത്ത ഹേ. കാലിലെ പൊടിയുടെ കണങ്ങളെ കഴുകാൻ വേണ്ടി അല്ലെ ആ പ്രേമിയുടെ കാലിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പൊടി കണങ്ങൾ കേട്ടോ, അതിനെ കഴുകാൻ വേണ്ടിയാണ് ചൽത്താഹേ പോകുന്നത്. അടുത്ത നോക്കിയേ. ലഘു പാഷാണോം സേ ടോക്കർ കർത്താഹേ. ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ കൂട്ടിയിടിക്കുന്നു. ഫിർഫി എന്നിട്ടും നിർജർ ആകെ ബഹ്താഹെ മുന്നോട്ട് ഒഴുകി പോകുന്നു. അല്ലെ ആകെ ബഹ്താഹെ എന്നും എഴുതാം, മുന്നോട്ട് പോകുന്നു. അടുത്ത നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രേമിക്ക് खोज में जाने वाले निर्जर से കവി ക്യാ ക്യാ പ്രശ്ന പൂച്ചത്തെ ഹേ. പ്രേമിയെ തേടി, കോജിന തേടുക എന്നാണ്. തേടിപ്പോകുന്ന നിർജറിനോട് കവി എന്തെല്ലാം പ്രശ്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കവിതാസെ ചുൻകർലിക്കെ. കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ. ആദ്യത്തെ നോക്കിയേ. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ കേട്ടോ. കിസ്സെ സുനാത്തെ സു മധുര സ്വർ. ആരെ കേൾപ്പിക്കുവാനാണ് സുന്ദരമായ സ്വരം. അവിടെ നോക്കിയേ. അപ്പന ഊഞ്ചാ സ്ഥാൻ ത്യാഗ് കർ ക്യോം കർത്തെ ഹോ അധപ്പതൻ. സ്വന്തം ഉയർന്ന സ്ഥാനം കളഞ്ഞിട്ട് അല്ലെ ത്യജിച്ചിട്ട് ക്യോം എന്തിനാണ് വീഴ്ചയിലേക്ക് അല്ലെ താഴ്ചയിലേക്ക് പോകുന്നത്. അടുത്ത കോൻ മൗന കടഹേ. ആരാണ് മൗനമായി നിൽക്കുന്നത്. അടുത്ത നോക്കിയേ. കോൻ തുമേ പദ് ബദലാത്താഹേ. ആരാണ് നിനക്ക് പദം എന്ന് വെച്ചാൽ മാർഗം പറഞ്ഞു തരുവാൻ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. കിസ്കോ ഗതി ഖോത്തെ ഹൈ. ആരാണ് ഗതി ഖോനാന്ന് വെച്ചാൽ നഷ്ടപ്പെടുത്തി കളയുന്നത്. അടുത്ത നോക്കിയേ. ക്യാ ധോനക്കേലിയെ. എന്ത് കഴുകുവാൻ വേണ്ടിയാണ് സ്വയം ചൽത്തഹേ. സ്വയം ഒഴുകിപ്പോവുകയും ചെയ്യുന്നത്. അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഉണ്ട്, നോക്കി എഴുതുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസിന് ഇത്രയുള്ള പാഠഭാഗത്തിൻ്റെ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠഭാഗം പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണേ. ഓക്കെ.